നമ്മൾ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് ഇന്നത്തെ യാത്ര. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരേയൊരു ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ക്ഷിപ്രപ്രസാദിയാണ് പൊന്നുമുത്തപ്പൻ. ജാതിമതഭേദമന്യേ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. മുത്തപ്പൻ 2 ദൈവിക ശക്തികളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ചന്ദ്രകല കിരീടം ധരിച്ചത് പരമശിവനെയും മത്സ്യരൂപത്തിലുള്ള കിരീടം ധരിച്ചത് മഹാവിഷ്ണുവിനെയുമാണ് പ്രതിദാനം ചെയ്യുന്നത്. വളപട്ടണം നദിയുടെ തീരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എപ്പോൾ വന്നാലും ക്ഷേത്ര പരിസരത്തും അകത്തുമായി നായ്ക്കളെ കാണാനാകും. ഇവയെ മുത്തപ്പൻ്റെ വാഹനമായാണ് കാണുന്നത്. ചുട്ട ഉണക്കുമീനും കള്ളുമാണ് പ്രധാന നൈവേദ്യം. പയറും തേങ്ങാപ്പൂളും ചായയും ഇവിടുത്തെ പ്രസാദമായി ലഭിക്കും. തെയ്യക്കോലം കിട്ടിയ മുത്തപ്പനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ആശ്വാസം ലഭിക്കും. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. അയ്യങ്കര ഇല്ലത്ത് വാഴുന്നവർ എന്ന നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം ശിവഭക്തയുമായിരുന്നു. ശിവനു ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനം ശിവനെ കണ്ടു. പിറ്റേന്ന് അരുവിയിൽ കുളിച്ചു വരുന്ന വഴി അവർ ഒരു കുഞ്ഞു പൂമെത്തയിൽ കിടക്കുന്നത് കണ്ടു. ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ സ്വന്തം മകനെ പോലെ വളർത്തി. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു കുട്ടിയുടേത്. മനയ്ക്കടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നു. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്ന് മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും ഇല്ലത്തിനു പേരുദോഷം കേൾപ്പിച്ചു. ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ ഇവ നിർത്താൻ അഭ്യർത്ഥിച്ചു. ഒടുവിൽ നിർത്താതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ അമ്പും വില്ലുമെടുത്ത് കാലഭൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ തീക്കണ്ണുകളോടെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും തൻ്റെ അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. ആ കണ്ണുകളിൽ ഉള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട അമ്മ മകനോട് പൊയ്ക്കണ്ണ് ധരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും യാത്രയായി കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറാൻ തീരുമാനിച്ചു. കുന്നത്തൂർ പാടിയിൽ നിന്നും ആകാശത്തേക്ക് ഒരു അമ്പ് തൊടുത്തുവിട്ടു. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്നും പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരു അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം.